ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കമൻറ്റിന് മറുപടിയായിട്ട് ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പം ഒരു കാര്യം ഒരിക്കൽ കൂടി പറയാണ്. കമൻറ്റിന് മറുപടി എന്ന് വെച്ചാൽ തംബ്ലൈന് കണ്ടിട്ട് അതിന് മറുപടി പറയാൻ നിൽക്കരുത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തോ അതാണ് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. അതിന് മാത്രമേ എനിക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി തരാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന തംബ്ലൈന് ഇതാണ്. കപടഭക്ത ആയത് കൊണ്ടാവാം ഇത്രയും വില കൂടിയ സമയത്തും ഗോൾഡ് മേടിക്കാൻ പറ്റിയത് എന്ന് പറഞ്ഞിട്ടാണ് ഞാനൊരു തംബ്ലൈന് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്നെടുത്ത് കാണുക. എന്നതിന് ശേഷം മാത്രമേ ഞാൻ ഈ പറയുന്ന മറുപടി എന്താണ് ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് അതൊന്നെടുത്ത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കമൻറ്റിലേക്ക് പോകാല്ലേ. സുലേഖ ചിരിച്ചു ഒരു വിമായിന്നോ എന്താ ഉദ്ദേശിച്ചെന്ന് അറിയില്ല. ഇവളുടെ നാടകം കണ്ടിട്ട് വലിയ മാല ഇല്ല ക്യാഷ് ബില്ല് ഫുൾ വേണമെന്നോ? ബില്ല് സഹിതം വലിയ മാലയും ബില്ല് സഹിതം കാണിച്ചാലേ നിങ്ങൾ വിശ്വസിക്കുള്ളൂ എന്നാണ് തോന്നുന്നു കവി ഉദ്ദേശിച്ചത്. സുലേഖ ബില്ല് കാണിച്ചു തരാം കേട്ടോ. എന്നാൽ പിന്നെ സുലേഖക്ക് പ്രശ്നം തീർന്നല്ലോ. കുഞ്ഞോൾ കടയിലേക്ക് പോകുമ്പോൾ മറ്റേ കയ്യിൽ ആയിരുന്നല്ലോ കെട്ട്. കടയിൽ ഇറങ്ങിയപ്പോൾ ഇടത് കൈയിലാണല്ലോ. എനിക്കറിഞ്ഞൂടാ മോളെ. എനിക്ക് പ്രശ്നം ലെഫ്റ്റ് ഹാൻഡിനായി ഉണ്ടായത്. ഇനി നിനക്ക് റൈറ്റും ലെഫ്റ്റും തിരിച്ചറിയാൻ പറ്റാതെ ആയിപ്പോയോ എന്ന് എനിക്കറിയില്ല. വലത് ചോറ് തിന്നുന്ന കൈ, ഇടത് ചന്തി കഴുകുന്ന കൈ എന്ന് ഉള്ളത് ഓർത്തിരുന്നാൽ മതി. എന്നാൽ നിനക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഫെമിന നിന്റെ മാല വിറ്റിട്ടാണോ പുതിയ വാങ്ങുന്നത്? ആളെ പറ്റിക്കുന്ന നിന്റെ പരിപാടി അല്ലേ എൻ്റെ പുതിയ മാല താക്കുക. ഇനി മറ്റേത് നിങ്ങൾക്ക് ഇപ്പം കാണണമെന്നുണ്ട്. മോനെ മാല എടുത്തിട്ട ഗോൾഡിൻ്റെ ബോക്സോടെ എടുത്തിട്ട് വാ. അങ്ങനെ ഇപ്പം നമ്മളെ കൊച്ചാക്കാൻ നിന്നാൽ നമ്മൾ കൊച്ചായി കൊടുക്കണ്ടല്ലോ. ഗുഡ് അയച്ചിട്ടുണ്ട് സഞ്ജു ജയൻ. ഷൈജു ഇനി കടയിലേക്ക് ആരും പോകില്ല. അത് നീയല്ല ഷൈജു തീരുമാനിക്കേണ്ടത്. അല്ല ഷജുവ നീയല്ല തീരുമാനിക്കേണ്ടത്. കടയിൽ ഇപ്പോഴും നിറയെ ആൾക്കാർ തന്നെയാണ്. അസീസ് ഗോൾഡ് എന്താ കരുതാന്നോ അറിയില്ല. ഇനി ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞുതരാം. മംഗ്ലീഷാണ്. പേര് തന്നെ ഫേക്കാണ്. പടച്ചോൻ ഒരാളെ എൻ്റെ പുതിയ മാല വിറ്റിട്ടാണോ പഴയ മാല എടുത്തത് എന്ന് ചോദിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഡെഡിക്കേറ്റഡ് ചെയ്യുന്നു. എൻ്റെ മാലയുടെ ലോക്കറ്റ് ഇതാട്ടോ. ഇത് ഭയങ്കര വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഊരി വെച്ചതാണ്. അയ്യോ അങ്ങനെ ഇതൊക്കെ കുടുങ്ങി കിടക്കുകയാണില്ലടാ. ഇതിൻ്റെ കൂടെ ഓർണമെൻറ്റ്സ് കളക്ഷനും കൂടി ഒന്ന് കാണിച്ചു തരാം. പുതിയ മാല ഇതാ ഇവിടെ ഉണ്ട്. 916 ഇതാ ഇതിൻ്റെ മുകളിലുണ്ട്. കാണുന്നുണ്ട് എന്ന് വ്യക്തമായിട്ട് വിചാരിക്കുന്നു. തിരിച്ചാലേ പിടിക്കേണ്ടത്, സോറി. കണ്ടോ, IAS മുദ്ര സഹിതമുണ്ട്. പിന്നെ എൻ്റെ ഒരു ഡയമണ്ടിൻ്റെ മാലയാണുള്ളത്. നമുക്ക് ബില്ല് സഹിതം കാണിക്കേണ്ട ഓരോരോ ഗതികേട്.
പിന്നെ എൻ്റെ ഡയമണ്ടിൻ്റെ മാലയാണ് വേറെ മാലയായിട്ട് എനിക്കുള്ളൂ. പിന്നെ ഇതെൻ്റെ മോളുടേതാണ്. പിന്നെ ഒരു 2 കമ്മലാണുള്ളത്, ഒരു ലോക്കറ്റാണുള്ളത്. പിന്നെ ഇത് ഞാൻ കാണിക്കുകയും ചെയ്തു. ഇത്രയും സാധനങ്ങളെ ഉള്ളൂ. മാല ഇതാക്കുന്നു കേട്ടോ. എങ്ങും പോയിട്ടില്ല, എങ്ങോട്ടും ഇട്ടിട്ടുമില്ല. എനിക്കൊരു ഫങ്ഷൻ വരാൻ പോകുന്നുണ്ട്, അതിനിടാമെന്ന് വിചാരിച്ചു നിൽക്കുന്നു. ഒരു കൗതുകത്തിൻ്റെ പുറത്ത് വാങ്ങി. ദാറ്റ്സ് ഓൾ. മോനെ അതേപോലെ കൊണ്ടുവെക്ക്. അപ്പം മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. വിശ്വാസം അതല്ലേ എല്ലാം. പടച്ചോൻ ഒരാളെ പരീക്ഷിക്കുന്നതു അയാളോടുള്ള സ്നേഹം കൊണ്ടാണ്. അതേസമയം ഒരു പരീക്ഷണവും കൂടാതെ എല്ലാവരെയും പടച്ചോൻ നൽകുന്നതെങ്കിൽ അത് അവിടെ പരാജയമാണ്. മനസ്സിലായില്ല. അതുകൊണ്ട് ഒരുപാട് അഹങ്കരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഞാൻ കൂടുതലായിട്ട് അഹങ്കരിക്കാനോ ഞാൻ കൂടുതലായിട്ട് അഹങ്കാരം കാണിക്കാനോ ഇതുവരെ പോയിട്ടില്ല. കാരണം എനിക്കറിയാം, എന്താ പറയുക, ഒരു ലോട്ടറി അടിച്ചാൽ മതി ഒരു മനുഷ്യൻ നന്നാവാനും, ഒരു അസുഖം വന്നാൽ മതി ഒരു മനുഷ്യൻ ദരിദ്രവാസിയാവാനും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇതുവരെ അഹങ്കരിക്കാൻ പോയിട്ടില്ല. ദിലീപ് കുമാർ ഗ്രേറ്റ്. നാമി, സ്വർണ്ണക്കടയിൽ പൈസ കൊടുക്കുന്നത് കാണിക്കാത്തത് എന്താ അമ്മച്ചി? എല്ലാം അവിടെ കസ്റ്റമേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഷോപ്പാണ്. ഞാൻ അവിടെ പോയത് എന്തിനാ വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്. വ്യക്തമായിട്ട് പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണെന്ന്. കസ്റ്റമേഴ്സിനെ കാണിക്കരുത് എന്നുള്ളതും ആ കസ്റ്റമർ തന്നെ പറയുന്നൊരു ഡയലോഗും നിങ്ങൾക്ക് കേൾക്കാം. അതേപോലെ അത്രയും ചെറിയ ഷോപ്പും അത്രയും മേക്കിംഗ് ചാർജ് കുറവാണ്. ഇവിടത്തെക്കാട്ടിലും ഞാൻ മലബാറിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്, കല്യാണിന് മേടിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞതുപോലെ ഫ്രാൻസിസ് ആൽക്കാസിന് മേടിച്ചിട്ടുണ്ട്, ലുലുന്ന് മേടിച്ചിട്ടുണ്ട്, ദിയേന്ന് മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടത്തൊക്കെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നല്ല മേക്കിംഗ് ചാർജ് കുറവുണ്ട്. നമ്മൾ വിചാരിക്കും, സംഭവം ശരിയാണ്, ഈ മലബാറിലൊക്കെ പോയാൽ ഒരുപാട് കളക്ഷൻസ് നമുക്ക് കിട്ടും. എനിക്ക് കിട്ടിയ വെറൈറ്റി കളക്ഷൻസ് ഇതിനൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ട്. ഇതൊക്കെ ഇന്ദ്രനീല കല്ലാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അല്ല അതിന് എന്താ പറയുക, കാർഡുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ കാർഡും കൂടി കാണിച്ചു തരണം എന്നും കൂടി പറഞ്ഞേക്കല്ലേ. അപ്പോൾ അവിടെയൊക്കെ വെച്ച് ഞാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് ഇവിടെ തോന്നാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഇവിടെ ഒരു റിങ് ഇട്ടിരുന്നല്ലോ. ആ റിങ് ഹസ്ബൻഡ് ഊരിക്കളാൻ പറഞ്ഞപ്പോൾ പിന്നെ ഞാനതങ്ങ് ഊരിയിട്ട് ഇവിടെ വെച്ചിട്ട് ഞാൻ 2-3 സാധനങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ എവിടെയാണെന്നുള്ളത് എനിക്കറിയില്ല, ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്നുള്ളൊരവസ്ഥയിലാണ്. അപ്പോൾ അതും നഷ്ടപ്പെട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഷോപ്പിൽ റേറ്റ് കുറവുള്ള സമയത്താണ് ഞാൻ ആ മൂക്കുത്തി മേടിക്കുന്നത്. ദിയെന്നാണ് മേടിക്കുന്നത്. ഇവിടെ ഞാനത് കൊണ്ടുപോകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള മേക്കിംഗ് ചാർജ് അതിനവരെത്ര എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കണ്ണ് തള്ളിപ്പോയത്. അതിന് റേറ്റ് കുറവുള്ള സമയത്ത് മേടിച്ചിട്ട് റേറ്റ് കൂടുതലുള്ള സമയത്ത് കൊടുത്തപ്പോഴും എനിക്ക് ഞാൻ മേടിച്ച റേറ്റ് പോലും കിട്ടൂല എന്നുള്ളത് അറിഞ്ഞപ്പോഴാണ് ഇവർ മേക്കിംഗ് ചാർജ് എത്രത്തോളം മേടിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു സത്യത്തെ എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ് പിന്നെ കൃപേഷേട്ടൻ്റെ അടുത്ത് നിന്ന് സ്ഥിരം ഗോൾഡാക്കി. ഞാൻ അവനോട് പറഞ്ഞു, ഇനി എന്നെ സ്ഥിരമായിട്ട് പ്രതീക്ഷിക്കാൻ നിനക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അച്ചൂസ് വെടിച്ചിയുടെ കൂടെ ഫോട്ടോ എടുത്ത അവരുടെ മനസ്സ്. ഓ ശരി. ഷബാന ഹമീർ, നീ മാല എടുത്തപ്പോൾ എടുത്തില്ല പോലും നമ്മൾക്കൊന്നുമില്ല പോടി. നിങ്ങൾക്കൊന്നുമില്ല, പിന്നെ നിങ്ങളിത് കാണാൻ നിൽക്കണോ? നിങ്ങൾ കമൻ്റ് ഇടാൻ നിൽക്കണോ? ഞാൻ മാല എടുത്താലും എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ലെങ്കിൽ നിങ്ങളത് കാണാനും കമൻ്റ് ഇടാനും പോകരുത് കേട്ടോ. ആഷിത്ത്,
ഷാജഹാൻ. അഹങ്കരിക്കുന്നത് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവും. അത് ഞാനും പറഞ്ഞല്ലോ, ആർക്കാണെങ്കിലും ഇല്ലാതാവും. ഇനി അത് എനിക്കായാലും ആഷിദിനായാലും ആർക്ക് തന്നെ ആയാലും അങ്ങനെയാണ്. ഞാൻ ഒരു തരി പൊന്നുപോലും ഇല്ലാതെ ജീവിച്ച ഒരാളാണ്. ഏകദേശം ഞാൻ തന്നെ സമ്പാദിച്ചൊരു 10-30 പവൻ്റെ അടുത്ത് ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് അഹങ്കാരമായിട്ടല്ല, അഭിമാനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്താ തെറിക്കുന്നോ എന്തോ. നീ അഹങ്കരിക്കൊന്നും വേണ്ട. ദൈവം എന്താ ചെകുത്താന്മാരെ പന പോലെ വളർത്തും. ശേഷം ഒരു തായിക്കിടും. വെയിറ്റ് ആൻഡ് സീ. ദൈവം ചെകുത്താന്മാരെ പന പോലെ വളർത്തും, എന്നിട്ട് താഴ്ചയിലേക്ക് വിടും എന്നാണ് കവി ഉദ്ദേശിച്ചത്. എന്നാൽ നിനക്കൊരു കാര്യം കേൾക്കണം. വെറും 0യിൽ നിന്നിട്ടാണ് ഇന്ന് ഹീറോ ആയിട്ട് ഞാൻ നിൽക്കുന്നത്. അതിന് കാരണം നെഗറ്റീവ് ട്രോളുകൾ മാത്രമാണ്. എൻ്റെ കൂടെ പോസിറ്റീവായിട്ട് നിന്ന ഒരാൾ കാരണമല്ല ഞാൻ നല്ല നിലയിലെത്തിയത്. വെറും ഒരു 0 ആയിരുന്നു. വീട്ടിൽ 0 ആയിരുന്നു, നാട്ടിൽ 0 ആയിരുന്നു, കുടുംബത്തിൽ 0 ആയിരുന്നു. അത് ഹീറോ ആക്കിയത് നെഗറ്റീവ് ട്രോളുകൾ മാത്രമാണ്. എന്താ നൂറ, എന്തൊരു പേരാ. എന്താ നിൻ്റെ വിചാരം? ഒരു വിചാരമില്ല, പ്രത്യേകിച്ചൊരു വിചാരവും എനിക്കിപ്പല്ല. ഇനി നാളെ എന്തെങ്കിലും വിചാരം ഉണ്ടാവുമെന്നറിയില്ല. ദിലീപ് കപട എന്നാണ് എഴുതുക. കപട ഞാൻ എഴുതിയതിൽ പായല്ലേ, ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എനിക്കും തോന്നിയിട്ടുണ്ടായി. പിന്നെ ഞാൻ രണ്ടാമത് എഡിറ്റ് ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര മെനക്കെടാണ്. അപ്പോൾ പിന്നെ എനിക്ക് വിദ്യാഭ്യാസമല്ല എന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ അപ്പോൾ ഞാനത് തിരുത്തിയാലും ഇല്ലെങ്കിലും നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു സംഭവമാണ്. പിന്നെ അത് അവിടെ കിടക്കട്ടെ എന്ന് കരുതി. നമ്മളെ പാത്തമ്മ, എന്തിനും തയ്യാറായാൽ എന്തും നേടാം. അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നൊന്നും പറയണ്ട. അതാർക്കും കഴിയും. ഫാത്തിമ, നിൻ്റെ ഉമ്മ എന്തിനും തയ്യാറായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ഫാത്തിമക്ക് മറ്റൊരാൾ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുമ്പം എന്തിനും നടക്കുന്ന സ്ത്രീയാണെന്ന് തോന്നുന്നത്. അത് ഉമ്മാനെ കണ്ടിട്ടാണ് മക്കൾ പഠിക്കുക. അപ്പോൾ ഫാത്തിമയുടെ ഉമ്മ അങ്ങനെയാണ് എന്ന് കരുതിയിട്ട് എല്ലാവരും അങ്ങനെയാണെന്ന് ചിന്തിക്കരുത്. ഞാൻ പല പ്രാവശ്യം ഫാത്തിമയുടെ കമൻറ്റിന് മറുപടി പറയാറുണ്ട്. ഫാത്തിമ വേറെ ഇട്ടക്ക്, നാണവും മാനവും ഇല്ലാത്ത കണ്ണിൽ കണ്ടവരുടെ റീലെടുത്ത് കണ്ണിൽ കണ്ടവരുടെ കൂടെ താമസിച്ചു കുറേ കാശും സ്വർണവും ഉണ്ടാക്കിയിട്ട് അത് ഇട്ട് ഇരിക്കുന്ന ഒരു അഭിമാനവും ഇല്ല. മാനം ഇല്ലാതെ ജീവിക്കുന്നതാണ് ഇത്. അണ്ണനായുള്ള അളിക്കാത്തവൻ. നീ ഇതുപോലെ ആത്മഹത്യ നാടകവും കാര്യവും അതും അപ്പോൾ എല്ലാം അടിച്ചു മാറ്റും എന്ന് പ്രതീക്ഷയിലാകും അരുൺ. എന്നുവെച്ചാൽ അരുണ് ഇതൊക്കെ അടിച്ചു മാറ്റി പോകുന്നു. നിൻ്റെ തന്തയല്ലടാ അരുണിൻ്റെ തന്ത. അരുണിൻ്റെ തന്ത ബഷീറാണ്. നിൻ്റെ തന്ത ഏതാന്ന് നിൻ്റെ ഉമ്മാനോട് ചോദിക്കുമ്പോൾ ഉമ്മ ഈ പാത്രത്തിൽ 4-5 പേരിട്ടിട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് എടുത്ത് നോക്കേണ്ടി വരും ഫാത്തിമയുടെ തന്ത ആരാണെന്ന്. പക്ഷെ അരുണിൻ്റെ തന്ത ആരാണെന്ന് അരുണിന് നന്നായിട്ട് അറിയാം. അപ്പോൾ അരുണ് ഞാൻ ചാവാൻ കാത്ത് നിൽക്കൂല എന്നെ ഓർണമെൻറ്റ്സും ഇതൊക്കെ എടുത്ത് പോകാൻ വേണ്ടിയിട്ട്. നിൻ്റെ കൂടെ പിറപ്പുകൾ മര്യാദയ്ക്ക് ഒതുങ്ങി ജീവിക്കുന്നു, അതാണ് അഭിമാനം. നിൻ്റെ പത്രാസില്ലെങ്കിലും അവരുടെ കാര്യങ്ങൾ നടക്കുന്നില്ലേ? അവർ ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാതെ സമാധാനത്തിൽ ജീവിക്കുന്നു. നിനക്ക് കാശുണ്ട് എന്നല്ലാതെ എന്ത് മനസ്സമാധാനമാണ് ഉള്ളത്? നീ വലിക്കല്ലേ, നീ ചിരിയുടെ മുഖമൂടിയിട്ട് ഇരിക്കുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം. വീടിൻ്റെയും പരിസരവും പോലും തന്നെ ജീവിതം കൂതറ.
ആയിക്കോട്ടെ. ഞാൻ ഇപ്പോൾ ഫാത്തിമ പറയുന്നതിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ഞാൻ ഈ പുറത്ത് കാണിക്കുന്നതൊക്കെ വ്യാജ ചിരിയാണെന്നും യഥാർത്ഥ ചിരി ഇല്ലെന്നും എൻ്റെ കൂടപ്പിറപ്പുകളൊക്കെ സുഖമായിട്ട് കഴിയുന്നെന്നും എൻ്റെ മൂത്ത സഹോദരി ഞാനാലാണ് ജീവിക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും അവൾക്ക് ഭർത്താവില്ലേ മക്കളില്ലേ എന്ന്. നിങ്ങളിപ്പോൾ പറഞ്ഞ് മക്കാറാക്കിയത് കൊണ്ട് പറയാണ്. അവളൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണ്. ഗവൺമെൻറ് അറിയാമല്ലോ എങ്ങനെയാണ്. ഇപ്പോൾ സാലറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ സമ്പാദിക്കുന്നത് മുഴുവനവും ഞാൻ അവളുടെ അക്കൗണ്ടിലേക്കാണ് ഇട്ട് കൊടുക്കാറ്. എനിക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പം ഞാൻ തിരിച്ച് മേടിക്കുന്നുണ്ട്. അതേപോലെ എൻ്റെ ഫാമിലിയിൽ പലരുടെയും കയ്യിലാണ് എൻ്റെ പൈസ കിടക്കുന്നുള്ളത്. അപ്പോൾ എനിക്ക് ഫാമിലി ഉണ്ട്. ഫാമിലി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭർത്താവിൻ്റെ ഫാമിലിയും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ബാപ്പ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിൻ്റെ ഫാമിലി ഇഷ്ടം പോലെയുണ്ട്. വിരലിൽ എണ്ണാവുന്നേക്കാളിലും അപ്പുറം ആൾക്കാരുണ്ട്. അതുമായിട്ട് ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. എൻ്റെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഞാൻ ഹാപ്പി അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിൻ്റെ കണ്ണിൻ്റെയും നിന്നെ ഉണ്ടാക്കിയ നിൻ്റെ പിതാവിൻ്റെയും കുഴപ്പം മാത്രമാണ്. മൈ വേൾഡ്, നീ എപ്പോഴും QR കോഡ് അയച്ചു പൈസ യാചിക്കുന്നവളല്ലേ? ഞാൻ എപ്പോഴാണ് QR കോഡ് യാചിച്ചത്? എന്നെ ഉപദേശിക്കുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് ഞാൻ QR കോഡ് വെച്ച് കൊടുക്കുന്നു. നെടുങ്ങൾക്ക് ചിലവിന് താന്ന് പറയുന്നതാണോ അപ്പം യാചന? എന്നിട്ട് ആരും എനിക്ക് ചിലവിന് 5 പൈസ അയച്ചു തന്നിട്ടില്ലല്ലോ. ഏവനെങ്കിലും ഒരുത്തൻ അയച്ചു തന്നിട്ടുണ്ടോ? അയച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്ത് ഇതിൻ്റെ പുറത്തിട്. ഞാൻ അങ്ങനെ ആരോടെങ്കിലും യാചിച്ച് അങ്ങനെ ആരോടെങ്കിലും പൈസ മേടിച്ചിട്ട് ഞാൻ എന്തെങ്കിലും സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ QR കോഡ് സഹിതം ഇതിൽ പോസ്റ്റ് ചെയ്യും. ഇത് സഹിതം നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുമല്ലോ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ. വെല്ലുവിളിയാണ് കൂട്ടിക്കോ. ഷാജി, ലിപ്സ്റ്റിക്ക് കുറഞ്ഞുപോയി. എവിടെയോ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ല. 2 ലിപ്സ്റ്റിക്ക് മോളോട് എടുക്കാൻ പറഞ്ഞില്ലേ? ഇനിയോ എനിക്ക് ഒന്നെടുത്തുണ്ടാ. ഏതാളും ഓർമ്മിപ്പിച്ചല്ലേ ലിപ്സ്റ്റിക്ക് ഇട്ടേക്കാം. ഞാൻ ലിപ്സ്റ്റിക്ക് ഇല്ല. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാ. മേക്കപ്പ് ഇടാതെ വരാതിരിക്കല്ല വരാണ്ട് നിന്ന് ഉണ്ടോരിക്കൂനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് അറിയില്ല. കൈ മുറിച്ചപ്പോൾ നിനക്ക് ഇതൊന്നും തോന്നിയില്ലേ? ഏതൊന്നും തോന്നിയില്ലേന്ന് അബ്ദുള്ള ചിരി. ഇതാ സാജിദ, ലിപ്സ്റ്റിക്ക് കുറയ്ക്കാൻ പറഞ്ഞില്ലേ? ഏതായാലും നീ പറഞ്ഞതുകൊണ്ട് നല്ല ഫ്ലേവർ കേട്ടോ. ഇപ്പോൾ കാണാനൊരു മൊഞ്ചൊക്കെ ഉണ്ടല്ലേ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ട് തന്നതാ. ആബിദ സലാം ചിരിക്കുന്നുണ്ട്. ഇജാസ് എന്തോ സ്വയം പുകഴ്ത്തുകയാണോ? അതെ. റെജീന ഐഷു തള്ളാം. റെജീന അനീഫ. ഒരേ വീട്ടിലുള്ള ആൾക്കാർ തന്നെയാണെന്ന് തോന്നുന്നു. പഴയ മോഡലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴയ മോഡൽ. പഴയ മോഡലിനാണ് ഇപ്പോഴത്തെ കാലത്ത് ആവശ്യക്കാരുള്ളത് എന്നുള്ളതും കൂടി ചിന്തിക്കണം. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വല്യമ്മയുടെ കയ്യിൽ അങ്ങനെ ഒരു മാലയുള്ള സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു. അപ്പം ഇത് നമ്മുടെ വെയിറ്റിനും കൂടി വേണമല്ലോ എടുക്കുക എന്ന് പറയുന്നത്. ഓവർ വെയിറ്റ് ആയാൽ ശരിയാവില്ലല്ലോ. എന്നാ അസ്മ, നീ ആദ്യം നിൻ്റെ വീടും പരിസരവും നന്നാക്ക്, എന്നിട്ട് ഇതൊക്കെ വാങ്ങിക്കോ. ശരി. ഞാനൊരു വീടും പരിസരവും നന്നാക്കേണ്ട ഒരാവശ്യമില്ല. കാരണം ഞാനൊരു വീട് വെച്ച് നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ഈ വീടും പരിസരവും ഇപ്പം നന്നാക്കണം ഞാനൊരാൾ വിചാരിച്ചാൽ നടക്കൂല. അതിന് എൻ്റെ ഭർത്താവ് നാട്ടിൽ വരെ തന്നെ ചെയ്യണം. വന്നാൽ അദ്ദേഹം അങ്ങ് നന്നാക്കുകയും ചെയ്യും. കാരണം ഇവിടുത്തെ പണിക്കാരുമായിട്ട് എനിക്ക് വലിയ പിടുത്തമില്ലാത്തതാണ്. എന്താ ഇച്ചു
എന്താ ഉദ്ദേശിക്കുന്നത്? ഷെജുവ തന്നെ പുതിയ 2 തട്ടിപ്പുകൾ. ഒന്ന് ഓൻ്റെ അമ്മയും ഒന്ന് ഓൻ്റെ അച്ഛനും. നൂർജഹാൻ, ജെസിമോളെ, ഇപ്പോൾ നല്ല രീതിയിൽ സ്നേഹിക്കുന്നവരുടെ കൂടെ ഇപ്പോൾ ദൈവം കൂട്ടുനിൽക്കില്ല. അതിനുദാഹരണമാണ് ഇപ്പോൾ നീ കാണിക്കുന്നത്. പിന്നെ ഞാനൊരു ഗോൾഡ് മേടിച്ചപ്പോൾക്ക് ദൈവം എൻ്റെ കൂടെ നിൽക്കൂല, മറ്റേ എൻ്റെ എനിമികളുടെ കൂടെയാണ് നിൽക്കുന്നത്. ശരി നൂർജഹാനെ, കപടഭക്തക്ക് ആ വീടും പരിസരവും ഒന്ന് നന്നാക്കിക്കൂടെ? അതിനുള്ള ഉത്തരം ഞാൻ കൊടുത്തു. കാരണം ഇവിടെ നന്നാക്കാൻ നിൽക്കുക വെച്ചാൽ മിനിമം ഒരു 6 മന്തെങ്കിലും ജോലി ചെയ്യേണ്ട പണി ഞങ്ങളുണ്ട്. കുറച്ച് വലിയ വീട് തന്നെയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് എന്തായാലും നടക്കുന്ന കേസല്ല. അതുകൊണ്ട് ഹസ്ബൻഡ് വരണം. ജസീല വലഞ്ഞിനോ, എത്ര നല്ല എന്താ ഡിസൈനിങ് ഉണ്ട് എന്നാണ് തോന്നുന്നു ഉദ്ദേശിച്ചത്. എടോ ഞാൻ പറഞ്ഞില്ലേ, ഈ ഓൾഡ് മാല എടുക്കുന്നത് അത് ട്രെൻഡാടോ. അതറിയില്ല, അതിനെന്തെന്നേയും പറയാ, അതിനൊരു പേരും പറയലുണ്ട്. എന്തെന്നായിരുന്നു എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നിട്ട് ആൻറ്റി കളക്ഷൻ അല്ലടാ, എന്തെന്നായിരുന്നു, ട്രഡീഷണൽ, ഓൾഡ് ഇതിന് ട്രഡീഷണൽ എന്നാട്ടോ പറയാം. അപ്പോൾ ട്രഡീഷണൽ എന്ന് വെച്ചാൽ പഴയ രീതിയിലുള്ള സാധനങ്ങൾ, ഞാൻ അത് ആഗ്രഹിച്ച് മേടിച്ചൊരു സംഭവമാണ്. അപ്പോൾ ഇത്രയും മെസ്സേജുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഇതിൽ കുറേ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഫുള്ളായിട്ട് എനിക്ക് കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മോനെ നോക്കടാ, എന്താ ഫുള്ളായിട്ട് മെസ്സേജ് എനിക്ക് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കിട്ടാത്തത്. അപ്പം എന്ത് തന്നെയായാലും, ഓൾഡായാലും ഓൾഡ് അല്ലെങ്കിലും ഞാൻ മേടിച്ചല്ലോ. ഇനി പഴയ മോഡലായാലും പുതിയ മോഡലാണെങ്കിലും ലക്ഷ്മിമാല തന്നെയായിരിക്കും. അത് എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുത്തിരിക്കും. അതിൻ്റെ പുറത്ത് ഒരു നാണയം പോലെ ഉണ്ടാവും. അതിൻ്റെ പുറത്ത് ഒരു ലക്ഷ്മിയുടെ ഒരു ചെറിയൊരു രൂപം ഉണ്ടാവും. അപ്പോൾ അതാണ് ലക്ഷ്മി മാല എന്ന് പറയുന്നത്. ആ ലക്ഷ്മിയുടെ രൂപമില്ലാത്തത് ചില മുസ്ലിംസ് യൂസ് ചെയ്യുമ്പോഴാണ് അത് കാശിമാല എന്ന് പറയുന്നത് കേട്ടോ. എൻ്റെ ഒരു അറിവ് അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ പറയുന്നത് ഞാൻ ചെകുത്താന ദൈവം പന പോലെ വളർത്തുകയാണ് എന്ന് തോന്നലാണ് നിങ്ങളുടേത്. ഞാൻ 0യിൽ നിന്നും ഹീറോ ആയി വന്ന ഒരാളാണ്. ഇനി 0യിലേക്ക് പോവുകയാണെങ്കിലും എങ്ങനെ ഹീറോ ആവണമെന്ന് പഠിച്ചൊരു വ്യക്തിയും കൂടിയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും വന്ന് നമുക്ക് മനസ്സിലായില്ല. അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. നിന്റെ മാല വായിച്ചിട്ടുണ്ടല്ലോടാ, വിറ്റാണോ അത് വാങ്ങിയത്? അപ്പോൾ ഇനിയിപ്പോൾ അഥവാ ഞാൻ 0യിലെത്തിയാലും എങ്ങനെ പിടിച്ച് കയറണമെന്ന്, ഒരു കുഴിയിൽ വീണ ആൾക്ക് പിടിച്ച് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നീട് അവർ വീണ്ടും കുഴിയിൽ വെക്കുമ്പം എങ്ങനെ പിടിച്ച് കയറണമെന്നുള്ള അവർക്ക് എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും. അതേപോലെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയ ഞാൻ ഇനി ഇതൊന്ന് ബിഗ് 0 ആയി വന്നാലും ഹീറോ എങ്ങനെ ആവണം എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഞാൻ തെളിവ് സഹിതം ഞാൻ കാണിച്ചെന്നെങ്കിലോ. ചിലർ പറഞ്ഞത് ഷോപ്പിൽ നിന്ന് മേടിച്ച് എന്ന് കാണിച്ച് ഇപ്പുറത്ത് കൊണ്ടുവച്ച് ഞാൻ വിറ്റു എന്നും, ഷോപ്പിൽ അത് വേറെ ആരുടേതോ ആണെന്നും. എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒരു മുതലില്ല എന്നുള്ള, എൻ്റെ മുതലുണ്ടെങ്കിൽ എല്ലാം എല്ലാ വീഡിയോസിലും ഉണ്ടാവും. ഞാൻ അവനോട് പറയുകയും ചെയ്തു കേട്ടാ, എനിക്ക് അത് മാറ്റി, ഞാൻ അങ്ങനെ യൂസ് ചെയ്യൂല, എനിക്കൊരു ആഗ്രഹത്തിന് മേടിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എനിക്കത് ആൻറ്റിക് മോഡൽ എന്തെങ്കിലും വരികയാണെങ്കിൽ ഷോപ്പിലെത്തി വെച്ചാലൊന്ന് പറയണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൻറ്റിക് കളക്ഷൻസ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ അത് അവർ അല്ല ദിയയിലൊക്കെ എന്ന് വെച്ചാൽ ആൻറ്റിക്ക് അല്ലെ മലബാർ ലെവലൊക്കെ എക്സിബിഷന് പോയിട്ടാണ് ഇവരെടുക്കുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ കേൾക്കുന്നതാട്ടോ. എക്സിബിഷൻ കളക്ഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സെപ്പറേറ്റ് വെക്കാറുണ്ട്. അതെന്താ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എക്സിബിഷന് പോകുന്നതിന് ഡീറ്റെയിലൊക്കെ കാണാറൊക്കെ ഉണ്ട്. അതെന്താ കറക്റ്റ് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉള്ളത് വരികയാണെങ്കിൽ പറയണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മേക്കിംഗ് ചാർജ് അല്ലേ, അത് കുറച്ച് നമുക്ക് നഷ്ടം വരും എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓർണമെൻറ്റ്സ് അതേപോലെ ഉണ്ടാവും. ഞാൻ എന്ത് ഓർണമെൻറ്റ്സ് മാറ്റുന്ന സമയത്തും ഓർണമെൻറ്റ്സ് സെയിം തൂക്കത്തിൽ തന്നെ എടുക്കും. ഈ പറഞ്ഞതുപോലെ മേക്കിംഗ് ചാർജ് കൂട്ടും. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ 21,000 26,000 അങ്ങനെ മേക്കിംഗ് ചാർജ് ഞാൻ കൂട്ടിയിട്ടുണ്ട്. അത് വെയ്റ്റിനനുസരിച്ച് എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധം എന്താ വെച്ചാൽ, ഞാൻ വിചാരിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ഒരു പവൻ എടുക്കുമ്പം നമ്മളൊരു മേക്കിംഗ് ചാർജ് ഒരു 10 പവൻ എടുക്കുമ്പം ഉള്ള മേക്കിംഗ് ചാർജും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻ്റ് ഉണ്ട് എന്ന് ഞാൻ വിചാരിച്ചിട്ട്. അങ്ങനെ ഒരു ഡിഫറൻറ്റും ഇല്ല. ഒരു പവൻ്റെ മേക്കിംഗ് ചാർജ് ആണ് ഒരു 10 കൂട്ടിയെടുക്കുക, അങ്ങനെയൊന്നുണ്ട്. അപ്പം സ്വർണത്തിൻ്റെ തെളിവ് സഹിതം നിങ്ങൾക്ക് കണ്ടല്ലോ. അതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ റീൽസൊന്നും പോസ്റ്റ് ചെയ്യാത്ത അതിനുള്ള കോസ്റ്റ്യൂം ഇടണം. ആ കല്യാണത്തിനോ വല്ല സൽക്കാരത്തിനോ എന്നെ നിങ്ങൾ ആരെങ്കിലും വീട്ടിലേക്ക് സൽക്കരിക്കും, അപ്പം ഞാൻ അത് ഇട്ടിട്ട് വരാം. അപ്പം നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഒരിച്ചു നോക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ മറുപടിയൊക്കെ നിങ്ങൾക്ക് കിട്ടി, എല്ലാവർക്കും ബോധ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിനുള്ള മറുപടിയായിട്ട് വരൂ കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് മറുപടി തരണേ, അല്ലാതെ തംബ്ലൈൻ വായിച്ചിട്ട് മാത്രം മറുപടി തരരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.